ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു തക്കാളി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ടൊമാറ്റോ ചട്നി. അത് നമ്മുടെ സ്വന്തം ടൊമാറ്റോ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ടെറസിൽ പഴുത്ത് നിൽക്കുന്നതായ ടൊമാറ്റോ വെച്ചിട്ട് ഒരു അടിപൊളി ചട്നി. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചട്നി എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രക്കൊക്കെ പോകുമ്പോൾ, അതായത് 2-3 ദിവസമൊക്കെ നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ, അതേപോലെ എവിടെയെങ്കിലും ഇപ്പോൾ ഇനി സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയോട് ഇഡ്ഡലിയോട് പൂരിയോടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചട്നിയാണ്. ഇത് കേടാവത്തില്ല കേട്ടോ. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് നമുക്ക് ടെറസിൽ പോയിട്ട് ടൊമാറ്റോ പറിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ടെറസിൽ തക്കാളി നമുക്ക് പിച്ചിയെടുക്കാം. നല്ലതുപോലെ പഴുത്തിരിക്കുന്ന 6-7 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. ടൊമാറ്റോ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ സ്വന്തം തക്കാളി തന്നെയാണ്. നമ്മുടെ സ്വന്തം തക്കാളി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം, അതൊരു ഭയങ്കരം തന്നെയാണ്. ആ സന്തോഷമൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. കുറേ പേര് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് ഞാൻ ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ഒന്നും ആവശ്യമില്ല കേട്ടോ. 2 എണ്ണം ആയാലും ഒരു 3 പേർക്ക് കഴിക്കാവുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ പാത്രത്തിൽ സ്വല്പം കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഇഞ്ചിയൊന്നും വേണ്ട. ഒരു 3 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ സ്ലൈസറിനകത്ത് അരിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഉള്ളതുപോലെ തോന്നും. നമുക്ക് കുറച്ച് മാറ്റാം. പാചകം തുടങ്ങുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ നമുക്കിതിന് തയ്യാറാക്കാൻ തുടങ്ങാം. ചീനിച്ചട്ടി വെച്ചു. അതിനകത്തോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതിയേ. പിന്നെ നമുക്ക് കടുക് വറുക്കണം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തോട്ട് ഇടാം. പച്ചമുളക്, ഇതിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും. ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള തക്കാളി ചട്നി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളി നല്ലതുപോലെ വഴറ്റണം. അല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വഴറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വഴറ്റിയാൽ മതി. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെ ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തക്കാളിയിൽ പോയി 2-3 തക്കാളിയൊക്കെ പിച്ചി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു കറി വെക്കുമ്പോൾ എന്താ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ആ സന്തോഷം അറിയുന്നുണ്ട്. കുറേ പേര് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. തക്കാളി കൃഷിയും മറ്റുള്ള കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട്. നേരിട്ട് പറയുകയും ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം എനിക്കതിലുണ്ട്. നമ്മുടെ തക്കാളി നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെ നമ്മുടെ തക്കാളിക്ക് കണ്ട് നല്ല നിറവായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. നല്ലൊരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ചേർക്കാം. കാരണം എരിവിനനുസരിച്ച് അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ 1.25 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്നുകൂടെ നടക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം.
തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ബാക്കി പരിപാടി കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിനകത്ത് നിന്ന് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പറക്കി മാറ്റി വയ്ക്കും, കുറേ വേസ്റ്റാക്കി മാറ്റും. അതുകൊണ്ട് ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചെയ്താൽ ഒന്നും വേസ്റ്റ് ആവുകയില്ല. ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇപ്പം മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ ഇത് കടുക് വറുക്കേണ്ട പോലും ആവശ്യമില്ല, അത്ര ടേസ്റ്റായിട്ട് ഇരിക്കുകയാണിത്. എന്നാലും നമുക്ക് കടുക് വറുത്തുകൊണ്ട് വരാം. അപ്പം ചീനിച്ചട്ടി അടുപ്പ് വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇപ്പം 3-4 സ്പൂൺ എണ്ണ ഒഴിക്കുക. കാരണം നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ എടുത്താൽ മതി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് വെക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പം സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ സൺഫ്ലവർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒരു 2 കറിവേപ്പിലയും ഇടുക. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്നത് തക്കാളി ഇട്ടിട്ട് അതിലോട്ട് നമ്മളൊരു 1/4 ഗ്ലാസോളം വെള്ളം അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ കടുക് വറുത്ത് ഇങ്ങനെ ഇനി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ആ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം. ഒന്ന് പറ്റട്ടെ. നമ്മൾ പുറത്തോട്ടൊന്നും പൊട്ടിത്തെറിച്ച് വീഴരുത്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് എന്നിട്ട് തുറന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ചട്നി എന്ത് പരുവമായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇന്നൊക്കെ കഴിക്കാനുള്ളതെങ്കിൽ ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി കൂടുതലൊന്നും ചെയ്യണ്ട. അഥവാ നിങ്ങൾക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോകാനെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇട്ട് ഒന്നുകൂടെ പറ്റിക്കണം. എന്തായാലും ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തോ എന്ന്. ഏകദേശം നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പൂരിയോടോ ചപ്പാത്തിയോടെ ഇഡ്ഡലിയോടെ ദോശയോടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു ടൊമാറ്റോ ചട്നിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ രുചികരമായ ടൊമാറ്റോ ചട്നി വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.